ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത്ര നേരം നമ്മൾ 7 പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി 7 എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ എല്ലാ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രൂഫ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള 7ാമത്തെയാണെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത്. എന്നാലും എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ അതിൻ്റെ കണ്ടീഷൻ സൈഡ് കമൻറ്റ് ഉൾപ്പെടെയുള്ള കണ്ടീഷൻ ഉൾപ്പെടെ നമ്മളത് പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച 7 പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷനാണ് പ്രോബ്ലമായിട്ട് നമ്മളിനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 6 കോസ് ഇൻവേഴ്സ്. ഇവിടെ ഈ പാർട്ട് വരെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് സൈൻ ഇൻവേഴ്സ് തുടങ്ങുക ടാൻ ഇൻവേഴ്സ്. ഇങ്ങനെ ഇൻവേഴ്സിൽ ആദ്യം തുടങ്ങുന്ന പ്രോപ്പർട്ടി നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ ടു എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ ടു എക്സ്, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഇസിക്കൽ ടു എക്സ്. പിന്നെ അതിൻ്റെയൊക്കെ ഡൊമെയിനിൽ എവിടെയൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 6 ആണ്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. എവിടെയാണ് 30 ഡിഗ്രി വരുന്നത്? ഇനി ഈ പൈ ബൈ 6 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഒക്കെ ഇവിടെയാണ് നമുക്ക് സൈൻ ഇൻവേഴ്സ് വരുന്നത്. ഇവിടെ സൈൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് കൊസീക് ഇൻവേഴ്സ് വരും. ഇവിടെ ഇങ്ങോട്ടുള്ള ആ ഭാഗത്താണെങ്കിൽ നമ്മൾ കോസ് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 0 to π. ഇത് -π/2 to π/2 ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഇപ്പം വരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ 3 കണ്ടീഷൻ എടുത്താലും ഒന്നിൽ -π/2 to π/2 ഈ ഭാഗമാണ്, അല്ലെ ഇവിടെ തൊട്ട് ഇവിടം വരെ, അല്ലെ ഇവിടെ തൊട്ട് ഇവിടം വരെ. ഇവിടെ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ എന്ത് ആംഗിൾ വരുന്നോ അത് അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. ആംഗിൾ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ ഇവിടെ നേരിട്ടാണ് എഴുതുക. പിന്നെ സൈൻ ഇൻവേഴ്സിൻ്റെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ആണ് നോക്കേണ്ട. അവിടെ ഉണ്ടോ? ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇതിനും എല്ലാം ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഈ വരുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് പിന്നെ ഫസ്റ്റ് ക്വാർട്ടറിലെ ഇവിടെ വരുന്ന ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ആംഗിളായിട്ട് വരും. ഇവിടെ വരുന്ന ആംഗിൾ ഫസ്റ്റ് ക്വാർട്ടറിൽ വരികയാണെങ്കിൽ ഇവിടെ എന്ത് വരുന്നു ആംഗിൾ അതുപോലെ തന്നെ എഴുതി വെച്ചാൽ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആണെങ്കിൽ. മറ്റു ക്വാർട്ടറിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ തന്നെ ആണെങ്കിൽ കോസിന് മാത്രം സെക്കൻഡ് ക്വാർട്ടറിൽ വന്നിട്ട് കാര്യമുള്ളൂ, അല്ല പിന്നെ അത് മാറ്റേണ്ടതൊക്കെ വരും. അതിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആണെങ്കിൽ ആംഗിൾ അതുപോലെ തന്നെ എഴുതുക. അത് ഏത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും നമുക്ക് ബാധകമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു π/6 എന്ന് പറയുന്നത് 30 ഡിഗ്രി ഫസ്റ്റ് ക്വാർട്ടറിലായതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ ടു π/6 π/6 ഇസിക്കൽ ടു π/6 എന്ന് എഴുതാം. കാരണം എന്താണ്? സിൻസ് π/6 belongs to principal value of sin inverse. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് നമുക്ക് സാധിക്കും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം -π/2 to ഇതാണ് -π/2 to π/2 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ വരികയാണെങ്കിൽ ആംഗിൾ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആൻസറിൻ്റെ കാരണം. ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ബി പാർട്ടും എല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുന്ന ആംഗിൾ എല്ലാം ഫസ്റ്റ് ക്വാർട്ടറിലാണ് വരുന്നത്. കോസ് ഇൻവേഴ്സ് ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. കോസ് ഇൻവേഴ്സ് കോസ് π/3 ഇസിക്കൽ ടു നമുക്കറിയാം π/3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ഫസ്റ്റ് ക്വാർട്ടറിലാണ് വരുന്നത്. അപ്പോൾ അത് π/3 തന്നെ എഴുതാം. കാരണം ഇവിടെ എക്സ് ബിലോങ് ടു ഇങ്ങനെ പറഞ്ഞ് വെച്ചാൽ എക്സ് ബിലോങ് ടു ഏത് ഇതിലാണ്? കോസ് ഇൻവേഴ്സ് ആയതുകൊണ്ട് 0 to π അല്ലെങ്കിൽ π/3 ബിലോങ്സ് ടു എന്നങ്ങ് എഴുതി വെച്ചാൽ ഇവിടെ വരുന്ന ആംഗിൾ ഇവിടെയാണ് എക്സ് എന്ന് പറയുന്നത്. ഈ സിൻസ് π/3 ബിലോങ്സ് ടു 0 to π എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവെല്ലിൽ ഒരു ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ആ വാല്യൂ അതുപോലെ തന്നെ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ സി പാർട്ട് നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് ടാൻ π/6. അപ്പോൾ 5/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ആംഗിൾ അതുപോലെ തന്നെ എഴുതാം.
ഇവിടെ 5/6 ആണ്. അതിന് കാരണം എന്താണ്? സിൻസ് 5/6 ബിലോങ് ടു. ഇപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ എവിടെയാണ് അതിൻ്റെ ഡൊമൈൻ വരുന്നത്? -5/2 ടു ഓപ്പൺ ഇൻ്റർവെലാണ് 5/2. ഇതും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നതുകൊണ്ട് ആംഗിൾ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഡി പാർട്ട് നോക്കാം. ഡി പാർട്ട് വല്ല ഇതുപോലെ തന്നെ വന്നോളും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് sin π/5 ആണ്. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം π/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 180/5, that is 36 ആണ്. അപ്പോൾ 36 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. 0 to 90 ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അവിടെ വരുന്നതുകൊണ്ട് നമുക്ക് തന്നെ പറയാൻ സാധിക്കും π/5 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? സിൻസ് π/5 ബിലോങ്സ് ടു സൈൻ ഇൻവേഴ്സിൻ്റെ നമുക്കറിയാം ക്ലോസ് ഇൻ്റർവെൽ -5/2 to π/2 ആണ്. ആ ഒരു ബ്രാഞ്ചിൽ വരുന്നത് കൊണ്ട് π/5 വരുന്നതുകൊണ്ട് നമുക്ക് π/5 തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടാൻ ഇൻവേഴ്സ് ടാൻ π/4. ഇവിടെയും π/4 45 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് π/4 നേരിട്ട് എഴുതാം. ഇതിന് കാരണം എന്താണ്? സിൻസ് π/4 ബിലോങ്സ് ടു ടാനിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -5/2 to π/2 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂവിനിടയിൽ വരുന്നത് കൊണ്ട് 45 -5/2 to π/2 ഇടയിൽ ആയതുകൊണ്ട് നമുക്ക് π/4 എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. അവിടെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവാലുവേറ്റ് സൈൻ ഇൻവേഴ്സ് sin 2π/3 ബി പാർട്ട് കോസ് ഇൻവേഴ്സ് കോസ് 3π/4 ടാൻ ഇൻവേഴ്സ് ടാൻ 5π/6. ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ x = x എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ -π/2 നും π/2 നും ഇടയിലായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2π/3 എന്ന് പറയുക. ഇവിടെ 2π/3 ദാറ്റ് ഈസ് 2 × π/3 120 എന്ന് കിട്ടും. അപ്പോൾ ഈ 120 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? നമുക്കറിയാം ഇത് ബിലോങ് ടു സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്നറിയാം. 90-180 ഇടയ്ക്ക് ആയതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. പക്ഷേ നമുക്കറിയാം സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെയാണുള്ളത്? -π/2 നും π/2 നും ഇടയിലായിരിക്കണം. അതായത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -π/2 ഇവിടെ π/2 ഇത് 0 ഇത് π. അപ്പോൾ ഇവിടെ ഈ സൈൻ ഇൻവേഴ്സ് നമ്മൾ നേരത്തെ പറയുന്ന സൈൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് കോസീക് ഇൻവേഴ്സ് ഇവിടെ ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഇവിടെ ഇങ്ങോട്ട് ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് എത്രത്തിനാണ്? 0 to π. -π/2 to π/2 എന്ന് പറയുന്ന റേഞ്ചുള്ള സൈൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് കോസീക് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വന്ന ആംഗിൾ ഇവിടെ വരുന്ന ആംഗിൾ -π/2 നും π/2 നും ഇടയിലാണെങ്കിൽ മാത്രമേ എക്സ് എന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ -π/2 നും π/2 നും ഇടയിലല്ല വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തല്ല, ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമുക്ക് 120 എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ഇൻവേഴ്സിന് റേഞ്ച് ഇല്ല. അപ്പോൾ റേഞ്ച് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് മാറ്റണം. അപ്പോൾ അതിനെന്താണ് നമുക്ക് ടെക്നിക്ക് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഒന്നി നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് മാറ്റണം. അതിനുള്ള ടെക്നിക്ക് ഇതാണ്. നമ്മൾ ഈ 2π/3 എന്ന് പറയുന്ന ടെക്നിക്ക് പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മേളിൽ വരുന്ന സംഖ്യ താഴെ വരുന്ന സംഖ്യയുടെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കുറവാണെങ്കിൽ, അപ്പോൾ നമുക്ക് 2നെ നമുക്ക് 3 × 1 - 1 എന്ന് എഴുതും. ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും 3നേക്കാൾ ഒന്ന് കുറവാണ് മേളിൽ വരുന്ന സംഖ്യയെങ്കിൽ ഇതിനെ നമുക്ക് π - π/3 എന്ന് എഴുതും. എൽസിയൊക്കെ എടുക്കുമ്പോൾ ശരിയല്ലേ നോക്കി. π - π/3 എന്ന് പറയുമ്പോൾ 3π - π 2π/3 എന്ന് വരും. ഇനി നേരെ മറിച്ച് ഇവിടെ ഒന്ന് കൂടുതലാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു. താഴെയുള്ള സംഖ്യയുടെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 4നെ നമുക്ക് ഇങ്ങനെ എഴുതാം 3 × 1 + 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 + 1 എന്ന് എഴുതാം. അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? π + π/3 എന്ന് എഴുതാം. π + π/3 എന്ന് പറയുമ്പോൾ 3π + π 4π/3 ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. താഴെയുള്ളതിനേക്കാൾ ഒന്ന് കുറവ്, ഇതിൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കുറവെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒന്ന് കുറവയാണെങ്കിൽ ഇതിനെ നമുക്ക് π - π/3 എന്ന് എഴുതാം.
കൂടുതലാണെങ്കിൽ പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതും. അപ്പോൾ നമുക്കിതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാർട്ടറിലേക്ക് മാറാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറയാം നോക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ 2π ബൈ 3 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് ക്വാർട്ടറിലോ ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 2π ബൈ 3 എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. പിന്നെ കാരണം എന്താണ് നമുക്ക് മനസ്സിലായി. ഇതിനെ നമുക്ക് 2π ബൈ 3 നമ്മളെ പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതും. സൈൻ ഇൻവേഴ്സ് നമുക്കറിയാം പൈ പ്ലസ് പൈ ബൈ 3 നമ്മൾ എടുക്കാമെങ്കിൽ ഇവിടെ തീറ്റ ആണെങ്കിൽ മൈനസ് തീറ്റ, ഇവിടെ നമ്മൾ പൈ പ്ലസ് തീറ്റ എന്നൊക്കെ പറയും. പൈ മൈനസ് തീറ്റ ആണ് ഇവിടെ വരും. ഇവിടെ പൈ മൈനസ് തീറ്റ, പൈ മൈനസ് സംതിങ് അല്ലെങ്കിൽ ഇവിടെ മൈനസ് ആണ്. ഞാൻ ഇപ്പം പറഞ്ഞ ഇവിടെ മൈനസ് എഴുതാം. അപ്പോൾ ഇവിടെ 3π മൈനസ് പൈ എന്ന് പറയുമ്പോൾ 2π ബൈ 3 എന്ന് വരും. പൈ മൈനസ് തീറ്റ, ഇവിടെ നമ്മളെ പൈ മൈനസ് സംതിങ് പൈ മൈനസ് തീറ്റ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ് സെക്കൻഡ് ക്വാർട്ടറിൽ വരും. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോൾ നമ്മൾ അവിടെ ഏതൊക്കെയാണ് പോസിറ്റീവ് ഉള്ളത്? പോസിറ്റീവായിട്ട് വരുന്നത് സൈനും അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കിനുമാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ട് വരുന്നത് സൈനും കൊസീക്കും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സൈൻ പൈ മൈനസ് തീറ്റ എന്താ എഴുതാൻ സാധിക്കും? പൈ വരുമ്പോൾ ഒരിക്കലും സൈനായിട്ട് തന്നെ നിൽക്കും. പ്ലസ് ആണ് സൈൻ തീറ്റ ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. പ്ലസ് ആണോ മൈനസ് ആണെന്ന് അറിയാൻ വേണ്ടി സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ് ആണ്. സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ സൈൻ പൈ ബൈ 3 എന്ന് എഴുതാൻ സാധിക്കും. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്. അപ്പം ഇതിനെ നമുക്ക് പൈ മൈനസ് പൈ ബൈ 3 സെക്കൻഡ് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് സൈൻ മാറത്തില്ല. അപ്പോൾ സൈനായിട്ട് തന്നെ ആയിരിക്കും. സൈൻ പൈ ബൈ 3 വരും. പോസിറ്റീവ് ആണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ആണ്. കാരണം ഇവിടെ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ മാത്രം സെക്കൻഡ് ക്വാർട്ടറിൽ പോസിറ്റീവായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്നുള്ള ഫോമിലായി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇടയിലാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഈ പൈ ബൈ 3 60 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ വരും. അപ്പോൾ ആ ഒരു സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ വരുന്നത് കൊണ്ട് മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇടയിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഉടനെ ഇതിന് എന്ത് എഴുതാൻ സാധിക്കും? പൈ ബൈ 3 എന്ന് എഴുതാൻ സാധിക്കും. കാരണം എന്താണ്? സിൻസ് പൈ ബൈ 3 ബിലോങ്സ് ടു, നമുക്കറിയാം സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താണ് കിട്ടിയിരിക്കുന്നത്? സൈൻ ഇൻവേഴ്സ് സൈൻ 2π ബൈ 3 ഈക്വൽ ടു പൈ ബൈ 3. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സ് സൈൻ 2π ബൈ 3 ഒരിക്കലും 2π ബൈ 3 അല്ല, പക്ഷേ എന്താണ്? പൈ ബൈ 3 ആണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ വരുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സിന് ഫോർത്തും ഫസ്റ്റിലും മാത്രമേ റേഞ്ച് ഉള്ളത് കൊണ്ട് ഇവിടെ സൈൻ ഇൻവേഴ്സിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ റേഞ്ച് ഉള്ളിടത്തേക്ക് മാറ്റാനുള്ള ടെക്നിക്ക് എന്താണ്? ഇവിടുത്തേനൊക്കെ ഒന്ന് കുറവാണ് പൈ മൈനസ് പൈ ബൈ 3 എന്നാണ് എഴുതുന്നത്. നമുക്കറിയാം സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സൈൻ പൈ ബൈ 3 എന്ന് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇടയ്ക്കാണ്. മൈനസ് 90ക്ക് ഇടയിലാണ്. നമുക്കറിയാം പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ ആ ഒരു സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഉടനെ ഇതിനെ പൈ ബൈ 3 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പൈ ബൈ 3 ആണ്. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ബി പാർട്ടിലേക്ക് കോസ് ഇൻവേഴ്സ് കോസ് 3π ബൈ 4 ആണ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 3π ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 45 135. 135 എന്ന് പറയുമ്പോൾ 90ക്കും 180ക്കും ഇടയ്ക്കാണ്. 90ക്കും 1 സെക്കൻഡ് ക്വാർട്ടറിലാണ്. 135 ഡിഗ്രി എന്ന് പറയുന്നത് ബിലോങ് ടു സെക്കൻഡ് ക്വാർട്ടറിൽ. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോൾ എന്താണ് നമ്മുടെ കോസ് ഇൻവേഴ്സിന് റേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയാൽ സെക്കൻഡ് ക്വാർട്ടറിലുണ്ട്. ഇത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്, ഇത് സെക്കൻഡ് ക്വാർട്ടറിലാണ്, ഇത് തേർഡ്, ഇത് ഫോർത്താണ്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് ഇൻവേഴ്സിന് റേഞ്ച് ഉണ്ട്. അപ്പോൾ 135 സെക്കൻഡ് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ് വേറെ എക്സ് ബിലോങ് ടു 0 to π, 0ക്കും πക്കും ഇടയിലാണെങ്കിൽ എക്സ് എന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്ത് പറയാൻ സാധിക്കും? കോസ് ഇൻവേഴ്സ് cos 3π by 4 is equal to 3π by 4. പിന്നെ കാരണം എന്താണ്? സിൻസ് ഇവിടെ വരുന്ന ആംഗിൾ 3π by 4 ബിലോങ്സ് ടു
ഇത് റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും പൈക്കും ഇടയിലാണ്. ഈ 135 എന്ന് പറയുന്നത് 0ക്കും പൈക്കും 180ക്കും ഇടയിലായതുകൊണ്ട് നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് 3π/4 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ, അതായത് ഇപ്പം നമുക്ക് വരുന്നത് കോസ് ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും സീക്ക് ഇൻവേഴ്സിനും ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്ന ഈ ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലോ സെക്കൻഡ് ക്വാഡ്രന്റിലോ വരികയാണെങ്കിൽ അവിടെ വരുന്ന ആംഗിൾ ഡയറക്റ്റ് അങ്ങോട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ വരുന്ന ആംഗിൾ ഏതിനൊക്കെയാണ്? കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. ഈ മൂന്നെണ്ണത്തിന് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലോ സെക്കൻഡ് ക്വാഡ്രന്റിലോ വരികയാണെങ്കിൽ ആ ആംഗിൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. അല്ലാതെ നമ്മൾ 3π/4നെ π-π/3 എന്നോ π/4 എന്നോ ഒന്നും എഴുതേണ്ട കാര്യമില്ല ഇവിടെ. കാരണം അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ട. ഇതിന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് എഴുതാൻ സാധിക്കുക. കാരണം കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് ഉള്ള ഒരു ആംഗിളാണ് ഈ 3π/4 എന്ന് പറയുന്നത്. നമുക്ക് ഡി പാർട്ടിലേക്ക് വരാം, സി പാർട്ടിലേക്ക് വരാം. ടാൻ ഇൻവേഴ്സ് ടാൻ π/6 ടാൻ 5π/6. നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഒന്ന് നോക്കാം. 5π/6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 × π/6 എന്ന് 30 ആണ്, 150 എന്ന് വരും. 150 എന്ന് പറയുമ്പോൾ ഏതാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? ടാൻ ഇൻവേഴ്സ് ആണ്. ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ വരുള്ളൂ? -π/2നും π/2നും ഫോർത്തും ഫസ്റ്റും വരുള്ളൂ. പക്ഷെ വന്നിരിക്കുന്നതോ സെക്കൻഡ് ക്വാഡ്രന്റിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് 5π/6നെ എങ്ങനെ എഴുതാം? 5π/6 എന്നുള്ള ആംഗിൾ കണ്ട ഉടനെ π-π/6 എൽ സി എടുക്കുമ്പോൾ ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ ടാൻ ഇൻവേഴ്സ് ടാൻ 5π/6 സീക്വൽ ടു നമ്മളിങ്ങനെ എഴുതുന്നു. ടാൻ ഇൻവേഴ്സ് ടാൻ 5π/6നെ നമ്മൾ π-π/6 എന്ന് എഴുതുന്നു. സീക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ഇനി ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി നമ്മൾ നോക്കാമെങ്കിൽ ഇങ്ങനെ ഇവിടെ വരും. ഇവിടെ π-θ, ഇത് തീറ്റ, ഇത് -θ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവായിട്ട് വരുന്നത് സൈനും അതിൻ്റെ റെസിപ്രോക്കലും മാത്രമേ വരും. അപ്പോൾ ടാൻ വരികയാണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ടാൻ π/6 എന്ന് എഴുതാം. കാരണം ഇവിടെ പൈ ഉള്ളതുകൊണ്ട് π/6 എന്ന് എഴുതാം. പക്ഷേ സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നുകൊണ്ട് ടാൻ നെഗറ്റീവ് ആയതിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സീക്കൽ ടാൻ ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. -tan π/6നെ എങ്ങനെ എഴുതാം? ടാൻ -π/6 ടാൻ -θ is equal to -tan θ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിയാൽ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്നുള്ള ഫോമിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ, അതായത് -π/2 -90ക്കും 90ക്കും ഇവിടെയൊക്കെ നമുക്കറിയാം. -90ക്കും ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. ഇത് -30 വരും. -30 എന്ന് പറയാൻ -90ക്കും 90ക്കും ഇടയിലായതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതാം. സോ -π/6 എന്ന് എഴുതാം. അതിൻ്റെ കാരണം എന്താണ്? സിൻസ് -π/6 ബിലോങ്സ് ടു ഈ റേഞ്ചിലാണ് വരുന്നത്. ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ, ദാറ്റ് ഈസ് -π/2 to π/2. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ ഡയറക്റ്റായിട്ട് നമുക്കിവിടെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി രണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ തന്നത്. അപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റിൽ വരുന്നു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാഡ്രന്റിൽ അല്ല വരുന്നതെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഇതേ രീതിയിൽ ആംഗിൾ എഴുതി ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ പറഞ്ഞു. Look at the third question. Evaluate the following. Sin inverse sin 4π/3. പിന്നെ സെക്കൻഡ് പാർട്ട് കോസ് ഇൻവേഴ്സ് കോസ് 7π/6. ടാൻ ഇൻവേഴ്സ് ടാൻ 5π/4 ആണ്. 5π/4. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എ പാർട്ട് നോക്കാം. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ 4π/3 ഇതിൻ്റെ വാല്യൂ കാണാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ആംഗിൾ നോക്കാം. 4π/3 എന്ന് പറഞ്ഞാൽ 4 × π/3 60 ആണ് നമുക്കറിയാം. 240 ആണ്. 240 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റാണ് വരുന്നത്? 180 വരെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് വരും. 180ക്കും 270ക്കും ഇടയ്ക്ക് ആയതുകൊണ്ട് ഇത് നമുക്ക് തേർഡ് ക്വാഡ്രന്റാണ് പറയാൻ സാധിക്കും. തേർഡ് ക്വാഡ്രന്റ്.
ഇനി നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് ഒരിക്കലും തേർഡ് ക്വാർട്ടറിൽ വരികയില്ല. നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 0π/2 ഇത് പൈ ഇങ്ങോട്ട് എടുക്കുമ്പോൾ -π/2 വരികയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഇവിടെയാണ് വരുന്നത്. സൈൻ ഇൻവേഴ്സ് പിന്നെ ടാൻ ഇൻവേഴ്സ് കൊസീക് ഇൻവേഴ്സ് ഇവിടെയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് കോസ് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ -π/2 to π/2 ആണ്. ഇപ്പോൾ ഇവിടെ തേർഡ് ക്വാർട്ടറിൻ്റെ വരുമ്പോൾ നമുക്കറിയാം എല്ലാത്തിനും അറിയാം തേർഡ് ക്വാർട്ടറിൽ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെയും റേഞ്ച് വരികയില്ല. അപ്പോൾ നമുക്ക് ഈ തേർഡ് ക്വാർട്ടറിൻ്റെ നമ്മളത് മാറ്റണം. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചതാണ് 4π/3 നമുക്ക് എങ്ങനെ എഴുതാം. ഇവിടെ 3യേക്കാൾ 1 കൂടുതലാണ് 4 വരുമ്പോൾ 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ് 3 × 1 + 4 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ π + π/3 എന്ന് എഴുതാം. ഫിൽസ് എടുത്ത് നോക്കിയാൽ 3π + π 4π/3 എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റിനിലേക്ക് വരാം. സൈൻ ഇൻവേഴ്സ് സൈൻ 4π/3 ഇത് കാണാനായിട്ട് നമുക്ക് നമ്മൾ ഈ തേർഡ് ക്വാർട്ടറിൻ്റെ മാറ്റി ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈൻ ഇൻവേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാർട്ടറിലേക്ക് മാറ്റാനുള്ള ടെക്നിക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിനേക്കാൾ 1 കുറവാണെങ്കിൽ ഇവിടെ മൈനസ് ഇടണം, 1 കൂടുതലാണെങ്കിൽ പ്ലസ് ഇടണം എന്നൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ 4π/3 പകരം π + π/3 എന്ന് എഴുതും. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ നമുക്കറിയാം π + π/3 എന്ന് പറയുമ്പോൾ എന്താണ്. പൈ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് π + π/3 എന്ന് പറയുമ്പോൾ ഈ തേർഡ് ക്വാർട്ടറിലാണ്. തേർഡ് ക്വാർട്ടറിന് നമുക്കറിയാം അതന്നെയല്ല പൈ വരുമ്പോൾ ഒരിക്കലും മാറത്തില്ല. സൈൻ പൈയുടെ മൾട്ടിപ്പിൾ π to π ഇതൊക്കെ വരുമ്പോഴത്തേക്കും സൈനായിട്ട് തന്നെ നിൽക്കും. π/2ൻ്റെ ഓട് മൾട്ടിപ്പിൾ വരുമ്പോൾ സൈൻ കോസായിട്ട് മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫസ്റ്റ് ഇയർ പഠിച്ചാൽ. അപ്പോൾ ഇത് നമുക്ക് ഈ തേർഡ് ക്വാർട്ടറിൽ നമുക്ക് ടാനും അതിൻ്റെ റെസിപ്രോക്കലും മാത്രമേ പോസിറ്റീവായി വരികയുള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ മൈനസ് സൈൻ π/3 എന്ന് എഴുതും. കാരണം മനസ്സിലായല്ലോ, പൈ വരുന്നതുകൊണ്ട് ഒരിക്കലും സൈൻ മാറുകയില്ല, സൈൻ തന്നെയാണ്. പിന്നെ ക്വാർട്ടറിൻ്റെ തേർഡ് ക്വാർട്ടറിൻ്റാണ് π + സംതിങ് എന്ന് പറയുമ്പോൾ ഈ ക്വാർട്ടറിന് ഇവിടെ വരും, തേർഡ് ക്വാർട്ടറിൻ്റെ വരും. അപ്പോൾ തേർഡ് ക്വാർട്ടറിൻ്റെ വരുമ്പോഴത്തേക്കിന് നമുക്ക് π + π/3 എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തായിട്ട് വരും. ഇവിടെ തേർഡ് ക്വാർട്ടറിൻ്റെ സൈൻ ഒരിക്കലും പോസിറ്റീവ് ആവുകയില്ല, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കിട്ടും. ഇനി നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ -π/3 എന്ന് എഴുതാം. ഇതിൻ്റെ കാരണം എന്താണ്. ഇതിൻ്റെ കാരണം ഇതാണ്. സൈൻ -θ = -sin θ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ -θ = sin -sin θ. അപ്പോൾ അത് വെച്ചാണ് ഇവിടെ ഈ മൈനസ് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് എഴുതും. ഇനി നോക്കിയേ, ഇപ്പം സൈൻ ഇൻവേഴ്സ് സൈൻ നമ്മുടെ പ്രോപ്പർട്ടി 2 അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് സൈൻ sin x = x where x belong to -π/2 to π/2 ഈ ഒരു ഭാഗത്ത് വരും. -π/2 to π/2 അവിടെ ആണോ ഈ ആംഗിൾ എന്ന് നോക്കിയാൽ -π/3. നമുക്കറിയാം -π/2നും π/2നും ഇടയിലാണ് -π/3 എന്ന് വരുന്നത്. ഇത് കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇവിടെ ഏതൊക്കെ വരും -π/3 -π/4 ഒക്കെ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്യൂട്ടബിളായി ഇവിടെ വരുന്ന ആംഗിള് ഈ ഫോർത്ത് ക്വാർട്ടറിൽ, അതായത് -π/2നും ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. -π/2 to π/2 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റേഞ്ചിൽ ഈ ആംഗിൾ വന്നതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ആൻസർ എന്ത് എഴുതാൻ സാധിക്കും. -π/3 എന്ന് ആൻസർ എഴുതാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണ്. സിൻസ് -π/3 belongs to which range, that is -π/2 to π/2. ഇതിനിടയിലാണ് ഈ -π/3 എന്ന് പറയുന്ന വാല്യൂ വന്നു. പിന്നെ ഈ പ്രോപ്പർട്ടി 2 ആൻഡ് ഏത് പ്രോപ്പർട്ടിയാണ്. സൈൻ ഇൻവേഴ്സ് sin x = x where x belong to -π/2 to π/2. ഇത് പ്രോപ്പർട്ടി 2 ആണ്. ഈ പ്രോപ്പർട്ടിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും. -π/3 എന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മനസ്സിലാകുന്നു നമ്മൾ വിചാരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഈ ആംഗിൾ ഏത് ക്വാർട്ടറിൽ വരുമെന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു. സ്യൂട്ടബിൾ സൈൻ ഇൻവേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു റേഞ്ചിലല്ല വരുന്നതെങ്കിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ തേർഡ് ക്വാർട്ടറിലാണ് നമ്മളതിനെ അനുയോജ്യമായ അല്ലെങ്കിൽ ഫോർത്ത് ക്വാർട്ടറിലേക്ക് ഈ പ്രിൻസിപ്പൽ റേഞ്ച് ഈ ഭാഗത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം.
അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തേനൊക്കെ ഒന്ന് കൂടുതലാണെങ്കിൽ പൈ പ്ലസ് എന്ന് പറഞ്ഞു എഴുതും, ഇവിടുത്തേനൊക്കെ ഒന്ന് കുറവാണെങ്കിൽ പൈ മൈനസ് എന്ന് പറഞ്ഞു എഴുതും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ റേഞ്ചിൽ വന്നു, സൈൻ ഇൻവേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വന്നതിന് ശേഷം ആൻസർ ഇവിടെ എഴുതും. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ബി പാർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. കോസ് ഇൻവേഴ്സ് കോസ് 7π/6 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 7π/6 നോക്കാം. ആ ആംഗിൾ എവിടെ ആയിട്ടാണ് വരുന്നത്? 7 × π/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. 210 എന്ന് വരും. ഇപ്പോൾ 210 നമുക്കറിയാം ഇവിടം വരെ 180 ആണ്, ഇത് 270 ആണ്. 210 എന്ന് പറയുമ്പോൾ ഈ തേർഡ് ക്വാർട്ടറിലാണ് ഇത് വരാൻ പോകുന്നത്. തേർഡ് ക്വാർട്ടറിൻ്റെ ഇനി തേർഡ് ക്വാർട്ടറിൻ്റെ കോസ് ഇൻവേഴ്സിന് പറ്റത്തില്ല. കാരണം തേർഡ് ക്വാർട്ടറിൽ നമുക്ക് പിന്നെ ഈ ഒരു ഫസ്റ്റും സെക്കൻഡും ക്വാർട്ടറിന് മാത്രമേ നമുക്ക് കോസ് ഇൻവേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ തേർഡ് ക്വാർട്ടറിന് വന്ന ആംഗിൾ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ് ഇൻവേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ പോലെ 7π/6 ഇതിനേക്കാൾ താഴ്ത്തി പറഞ്ഞേക്കാൾ ഒന്ന് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 + π/6 എന്ന്. ഇത് എസ് എടുത്ത് നോക്കിയാൽ 6π + π 7π/6 എന്ന് വരികയും ചെയ്യും. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 7π/6. അപ്പോൾ ഈ 7π/6 വരെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാം കോസ് ഇൻവേഴ്സ് കോസ് 5 + π/6. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച അനുസരിച്ച് ഈ പൈ പ്ലസ് സംതിങ് വരുമ്പോൾ കോസ് ആണെങ്കിൽ പൈ വരുന്നതുകൊണ്ട് ഉടനെ നമുക്ക് കോസ് എന്ന് തന്നെ എഴുതാം, കോസ് എന്ന് എഴുതാം, കോസ് 5/6 എന്ന് എഴുതാം. ഇനിയും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ വേണ്ടി 5 + π/6 എന്ന് പറയും. 5 + സംതിങ് ആണ്, തേർഡ് ക്വാർട്ടറിൻ്റെ ആണ്. ഇവിടെ ഏതാണ് നെഗറ്റീവായിട്ട് വരുന്നത്? ഇവിടെ പോസിറ്റീവായിട്ട് വരുന്ന ടാനും അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായിട്ട് വരുന്ന കോട്ട് മാത്രമേ വരൂ. ഇവിടെ കോസ് ഒരിക്കലും പോസിറ്റീവ് ആകില്ല. ഉടനെ നമ്മൾ ഇതിനെ കോസ് 5/6 എന്ന് മൈനസ് കോസ് 5/6 എന്ന് എഴുതും. ഇനി ബാക്കി എങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ സൈൻ്റെ കേസിൽ നമ്മളിവിടെ എഴുതിയിരുന്നത്, അതായത് സൈൻ്റെ കേസിൽ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു, ഇതിനെ നമുക്ക് ഈ മൈനസ് കോസ് 5/6 കോസ് മൈനസ് 5/6 എന്ന് എഴുതാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, കോസ് മൈനസ് തീറ്റ സീക്വൽ കോസ് തീറ്റ നമ്മൾ പഠിച്ചിരിക്കും. അവിടെ മൈനസ് വെളി വരികയില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി സീക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് 5 - 5/6 ഞാൻ എഴുതുക. ശരിയാണോ നോക്കി? 5 - 5/6 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ വരും പൈ മൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ക്വാർട്ടറിലാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ പൈ വന്നു കഴിയുമ്പോൾ എന്താണ്? കോസിന് മാറ്റമൊന്നുമില്ല, കോസ് തന്നെ. 5 cos 5/6 അതുപോലെ തന്നെ എഴുതും. സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതുകൊണ്ട് ഈ എഴുതിയിരിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇതാണ് എവിടെയെങ്കിലും കോസ് 5 - 5/6 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 5/6. ഫസ്റ്റ് ഇയറിൽ പഠിച്ച ആ ഒരു ഭാഗമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പൈ വരുന്നതുകൊണ്ട് ഒരിക്കലും കോസ് മാറത്തില്ല, കോസ് തന്നെ. പിന്നെ സൈൻ നോക്കാനായിട്ട് ഏത് ക്വാർട്ടറിൻ്റാണ് നോക്കാം. ക്വാർട്ടറിന് നോക്കുക, സെക്കൻഡ് ക്വാർട്ടറിൻ്റാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ ഏതാണ് നെഗറ്റീവ് പോസിറ്റീവ് അത് വരുന്നത്? അത് സൈൻ മാത്രമേ, സൈനും അതിൻ്റെ റെസിപ്രോക്കലായ കൊസിക്ക് മാത്രമേ പോസിറ്റീവായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം നെഗറ്റീവ് വരുന്നുണ്ട്. ഈ ഇങ്ങനെ എഴുതിയതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ്. ഇനി പൈ മൈനസ് 5/6 നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് 5/6 5π/6 എന്ന് എഴുതാം. കോസ് 5π/6 എന്ന്. കാരണം ഇതിൻ്റെ എൽസിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 5π/6 എന്നാണ് വരാൻ പോകുന്നത്. 6π മൈനസ് പൈ എന്ന് പറയുമ്പോൾ 5π/6 എന്ന് വരും. ഇനി നമ്മുടെ പ്രോപ്പർട്ടി 2ലേക്ക് നോക്കുക. കോസ് ഇൻവേഴ്സ് കോസ് x = x വേറെ x belong to 0 to π. അപ്പോൾ ഇത് 0ക്കും πക്കും ഇടയ്ക്കാണോ നമുക്ക് നോക്കാം. 5/6 5π/6 എന്ന് പറയുമ്പോൾ എന്താ? 5 × 30 150 ആണ്. ഈ 150 എന്ന് പറയുന്നത് 5/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. 5 × 30 150. 150 എന്ന് പറയുമ്പോൾ ഏത് ക്വാർട്ടറിനാണ്? സെക്കൻഡ് ക്വാർട്ടറിനകത്ത് വരികയും ചെയ്യും. ഇവിടെ 0 to 180 വരെയാണ് ഇവിടെ ഈ കോസ് ഇൻവേഴ്സിന് റേഞ്ച് ഉള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ 150 സെക്കൻഡ് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വരികയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് എഴുതാൻ സാധിക്കും?
കോസ് ഇൻവേഴ്സ് കോസ് 5π/6 എന്ന് ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് 5π/6 എന്നുണ്ട്. അതിന് കാരണം എന്താണ്? സിൻസ് 5π/6 ബിലോങ്സ് ടു വിച്ച് റേഞ്ച് 0 to π എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് ഈ 5π/6 എന്ന് വരും. ആൻഡ് നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? കോസ് ഇൻവേഴ്സ് cos x is equal to x where x belong to 0 to π. ഇത്ര ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ, ഇതിൻ്റെ റീസൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും റീസണായിട്ട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5π/6 എന്ന് വരും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ട ഈ ആംഗിളാണ്, ഏത് ക്വാഡ്രന്റിൽ വരുമെന്ന് കണ്ടു. ഇപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് ഒരിക്കലും ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുകയാണ്, കൺവേർട്ട് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ ഇതിനെങ്ങനെ എഴുതാൻ നിങ്ങൾക്കറിയാം. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ആ ഒരു ഭാഗം ഉപയോഗിച്ച് ഇവിടം വരെ കൊണ്ടുവരുന്നു. ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെ വരുന്ന ആംഗിൾ 0ക്കും π-ക്കും ഇടയിലാണെന്ന് നമ്മൾ കണ്ടു. 5π/6 0ക്കും π-ക്കും ഇടയിലായതുകൊണ്ട് നമുക്ക് ഉടനെ കോസ് ഇൻവേഴ്സ് കോസ് x = x എന്ന് പറയുന്ന ആ രീതിയിൽ എഴുതാം. അതിൻ്റെ ഫൈനൽ ആൻസർ 5π/6 ആണ്. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് വരാം. ഇവിടെ സി പാർട്ട് നമുക്ക് ഉള്ളത് ടാൻ ഇൻവേഴ്സ് ടാൻ 5π/4 ആണ്. ടാൻ 5π/4. നമുക്കിവിടെ 5π/4 നോക്കാം. ദാറ്റ് ഈസ് 5 × 45 225. 225 എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സിന് സ്യൂട്ടബിൾ അല്ല. നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റ് ഒരിക്കലും നമ്മളിവിടെ പറഞ്ഞ പ്രോബ്ലം എല്ലാം തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾസ് ആണ് ഇവിടെ കൂടുതലും എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ഒന്നിനും സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സിന് -π/2 to π/2 എന്ന് പറയുന്ന ഭാഗത്ത് മാത്രമേ റേഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതാം? 5π/4 എന്നുള്ളത് നമുക്ക് ഇതിനേക്കാൾ ഒന്ന് കൂടുതലായതുകൊണ്ട് π + π/4 എന്ന് എഴുതാം. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇതാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ടാൻ ഇൻവേഴ്സ് ടാൻ 5π/4. ഇനി 5π/4 വരെ നമുക്ക് തരും. ടാൻ ഇൻവേഴ്സ് ടാൻ 5 + π/4 എന്ന് എഴുതും. ടാൻ ഇൻവേഴ്സ് ടാൻ 5 + π/4 ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ആ ട്രിഗ്ണോമെട്രി ഉപയോഗിച്ചുകൊണ്ട് ടാൻ 5 + π എന്ന് കാണുമ്പോഴേ ടാൻ മാറത്തില്ല. ടാൻ 5/4 എന്ന് തന്നെ നമുക്ക് ഉത്തരം വരും. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. 5 + സംതിങ് എന്ന് പറയുമ്പോൾ ഈ തേർഡ് ക്വാഡ്രന്റ് ആണ് വരുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? ടാനും അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ടാൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ എഴുതാം. അപ്പം ടാൻ ഇൻവേഴ്സ് ടാൻ 5/4 എന്ന് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 5/4 π/4 എന്ന് പറയുമ്പോൾ ഏത് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. 45 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റ് വരികയും ചെയ്യും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ x belong to -π സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വന്നു. -π/2 നും π/2 ഇടയിൽ വന്നതുകൊണ്ട് ഇതിന്റെ ആൻസർ π/4 എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ റീസൺ എന്താണ്? സിൻസ് π/4 belongs to -π/2 to π/2 -π/2 നും π/2 നും ഇടയിലാണ്. ആൻഡ് ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? ലാസ്റ്റ് പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടിയുടെ തേർഡ് സബ് പാർട്ടാണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ടാൻ x = x where x belong to -π/2 to π/2 ഓപ്പൺ ഇന്റർവൽ -π/2 to π/2. അപ്പോൾ ഇത്ര ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് അതിൻ്റെ റീസൺ ഞാൻ ഇവിടെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ റീസൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻസർ π/4 വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റ് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. അടുത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. കോസ് ഇൻവേഴ്സ് കോസ് 9π/5, ടാൻ ഇൻവേഴ്സ് ടാൻ 5π/3, സൈൻ ഇൻവേഴ്സ് സൈൻ 11π/6. 11 ആണ്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോസ് ഇൻവേഴ്സ് കോസ് 9π/5 ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ നോക്കാം. 9π/5. അപ്പം 9π/5 9 ×
5/5 36 ആണ് നമ്മൾ പറഞ്ഞപ്പോൾ 324 വരും. 324 എന്ന് പറയുമ്പോൾ 270ക്ക് ഇവിടെ വരെ 270 ആണ്. 270 ഇത് 360 വരും. 270 360ക്ക് ഇടയിൽ ഇത് വരുന്നതുകൊണ്ട് ഇത് ഫോർത്ത് ക്വാർട്ടറിലാണ് നമ്മൾ പറഞ്ഞത്. ഫോർത്ത് ക്വാർട്ടർ. അപ്പോൾ ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുന്നത് കോസിന് പിന്നെ ഈ -5/2 5/2 ഇടയിലുള്ള കോസിന് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ നമ്മളത് സ്യൂട്ടബിൾ ആക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ 5ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 5 × 2, അതായത് 5ന്റെ 2 × 5 10-1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നേരത്തെ എഴുതിയതിൽ നിന്ന് ഇച്ചിരി മാറ്റി വെച്ച് ഇതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ, മറ്റേ ഫസ്റ്റ് മൾട്ടിപ്പിൾ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനൊക്കെ ഒന്ന് കൂടുതലല്ലേ ഒന്ന് കുറവ്. ഇതിപ്പോൾ സെക്കൻഡ് മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കുറവ് വന്നു, അതായത് 10നേക്കാൾ ഒന്ന് കുറവ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 2π - π/5 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒന്ന് ഇതിൻ്റെ എൽസി എടുത്ത് നോക്കിയാൽ 5 × 10 10π - π 9π/4 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഏത് മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കൂടുതലാണോ കുറവ് ആ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ 9π/5 എന്നുള്ളത് നമുക്ക് 2π - π/5 എന്ന് എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. കോസ് ഇൻവേഴ്സ് cos 9π/5 കോസ് ഇൻവേഴ്സ് 9π/5 എന്ന് വരെ നമുക്കിത് എഴുതാം. കോസ് 2π - π/5 എന്ന്. ഇനി ഇവിടെ 2π എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഇവിടെ വരും 2π എന്ന് പറയുന്ന ഭാഗം വരും. 2π മൈനസ് എന്ന് പറയുമ്പോൾ ഈ ക്വാർട്ടറിലാണ് വരുന്നത്, ഫോർത്ത് ക്വാർട്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നത് ഫോർത്ത് ക്വാർട്ടറിലാണ്. ഇനി 2π വരുന്നത് കൊണ്ട് കോസിന് ഒരിക്കലും മാറ്റം വരികയില്ല. π/2 ഒക്കെ ആയിരുന്നാലേ മാറ്റം വരികയുള്ളൂ. π/2 അതിൻ്റെ ഓട് മൾട്ടിപ്പിളും വരുവാണെങ്കിൽ മാറ്റം വരികയുള്ളൂ. അപ്പോൾ കോസ് π/5 എന്ന് നമ്മൾ ധൈര്യമായിട്ട് എഴുതി. അതിനുശേഷം ഇനി സൈനിലൂടെ നോക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പോൾ 2π മൈനസ് സംതിങ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാർട്ടറാണ്. ഫോർത്ത് ക്വാർട്ടറിൽ ഏതാ പോസിറ്റീവായിട്ട് വരുന്നത്? ASTC കോസും അതിൻ്റെ റെസിപ്രോക്കൽ SCക്കും ആണ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് തന്നെ വരും. കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് എന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിനെ കോസ് ഇൻവേഴ്സ് കോസ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരികയാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് x = x, വേർ x belongs to 0 to π ആണ്. അപ്പോൾ π/5 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. 36 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ വരും. അപ്പോൾ കോസ് ഇൻവേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ π/5 എന്ന് തന്നെ എഴുതാൻ സാധിക്കും. കാരണം എന്താണ്? ഇതാണ് ഫൈനൽ ആൻസർ. എൻ്റെ റീസൺ എന്താണ്? റീസൺ എന്ന് പറയുന്നത് π/5 സിൻസ് π/5 ബിലോങ്സ് ടു കോസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. ആൻഡ് ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയത്? സെക്കൻഡ് പ്രോപ്പർട്ടിയുടെ സെക്കൻഡ് സബ് പാർട്ട്, അതായത് കോസ് ഇൻവേഴ്സ് കോസ് x = x, വേർ x belong to 0 to close inverse 0 to π. ഈ ഒരു പ്രോപ്പർട്ടി ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ π/5 ആണെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഇത് നോക്കണം, ആദ്യം ആംഗിൾ നോക്കണം, ഏത് ക്വാർട്ടറിൻ്റെ ആണോ നോക്കാം. ഫോർത്ത് ക്വാർട്ടറിന് വന്നുകൊണ്ട് കോസ് ഇൻവേഴ്സിന് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കുറവാണ്. സെക്കൻഡ് മൾട്ടിപ്പിൾ 10 ആണ്. 10നേക്കാൾ ഒന്ന് 9 വന്നതുകൊണ്ട് കുറവ് വന്നതുകൊണ്ട് 2π - π/5 എന്നുള്ള ആ രീതിയിൽ നമ്മൾ തുടർന്നുള്ള പ്രവർത്തനം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. കോസ് ഇൻവേഴ്സ് കോസ് 9π/5 നോക്കാം. ഇവിടെ ആദ്യം നോക്കേണ്ടത് 9π/5 ആണ്. സോറി, കോസ് ഇൻവേഴ്സ് ഇല്ല, ടാൻ ഇൻവേഴ്സ്. സെക്കൻഡ് പാർട്ട് ടാൻ ഇൻവേഴ്സ് ടാൻ 5π/3. ഇതാണ് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് വരും. അപ്പോൾ ആദ്യമേ ആംഗിൾ നോക്കുന്നു, 5π/3 എന്ന് പറയുന്ന ആംഗിൾ നോക്കുന്നു. അപ്പോൾ 5 × π/3 നമുക്കറിയാം 60 ആണ്. 300 എന്ന് പറയുമ്പോൾ ഏത് ക്വാർട്ടറിലാണ്? 270 അപ്പുറത്താണ്. അതുകൊണ്ട് ഇത് ഫോർത്ത് ക്വാർട്ടറിലാണ്. ഇനി ടാൻ ഇൻവേഴ്സിന് ഫോർത്ത് ക്വാർട്ടറിൻ്റെ ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർത്ത് ക്വാർട്ടറിൻ്റെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും -π/2 π/2 ഇടയിലായിരിക്കണം ആംഗിൾ വരേണ്ടത്. ഫോർത്ത് ക്വാർട്ടറിൻ്റെ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്. ഇവിടെ ടാൻ ഇൻവേഴ്സ് ഒക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഈ ഫോർത്ത് ക്വാർട്ടറിൻ്റെ എന്നൊക്കെ പറഞ്ഞാലും ആംഗിൾ എവിടെ തൊട്ട് എവിടം വരെ വരാൻ പാടുള്ളൂ? -π/2 to π/2. അപ്പോൾ ഈ 300 ഒരിക്കലും -π/2 π/2 ഇടയ്ക്ക് ഒരിക്കലും വരികയില്ല. കാരണം ഇത്
300 എന്ന് പറയുന്നത്, അതായത് -5/2 എന്ന് പറയുമ്പോൾ -270ക്കും 90ക്കും ഇടയിൽ ഒരിക്കലും അത് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ 5/3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനേക്കാൾ ഒന്ന് കൂടുതലും കുറവ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 6നേക്കാൾ ഒന്ന് കുറവായതുകൊണ്ട് നമുക്ക് നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് 2π മൈനസ് ഇവിടെ 6നേക്കാൾ ഒന്ന് കുറവ് ആയതുകൊണ്ട് π/3 എന്ന് എഴുതാൻ സാധിക്കും. അല്ലെ, നമുക്ക് എൽസി എടുക്കുമ്പോൾ ശരിയാണ്. 6π - 5 5π/3 എന്ന് വരും എൽസി. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനിലേക്ക് വരികയാണ്. ടാൻ ഇൻവേഴ്സ് ടാൻ 5π/3 എടുക്കുന്നു. അപ്പോൾ ഈ 5π/3ക്ക് വരെ നമ്മൾ ഇവിടെ എടുക്കുന്നു ടാൻ ഇൻവേഴ്സ് ടാൻ 5π/3ക്ക് പകരം 2π - 5/3 എന്ന് എഴുതും. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ 2π - 5/3. 2π എന്ന് പറയുമ്പോൾ ഇവിടെ വരും 2π - സംതിങ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിലാണ് ടാൻ 2π ആയതുകൊണ്ട് ഒരിക്കലും ടാൻ മാറത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് ടാൻ 5/3 എന്ന് ആദ്യം എഴുതുന്നു. പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇവിടെ ASTC ഇവിടെ കോസ് അതിൻ്റെ റെസിപ്രോക്കൽ മാത്രമേ നെഗറ്റീവായിട്ട് വരുവുള്ളത്, പോസിറ്റീവായിട്ട് വരുവുള്ളത് കൊണ്ട് ടാൻ അവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ ടാൻ ഇൻവേഴ്സ് ടാൻ -5/3 എന്ന് എഴുതാൻ സാധിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ടാൻ -5/3. അതിൻ്റെ കാരണം എന്താണ്? ടാൻ -θ = -tan θ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇത് ടാൻ -5/3 തീറ്റയുടെ സ്ഥാനത്ത് π/3 വരും. അപ്പോൾ ടാൻ -5/3 എന്ന് പറയുമ്പോൾ എന്താണ്? -tan θ എന്നുള്ളത്. -tan π/3 എന്ന് വരും. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് വന്നോ -5/3 എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് -π/2നും π/2നും ഇടയിലാണ് ടാനിൻ്റെ റേഞ്ച് വരേണ്ട, ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് വരേണ്ടത്. അവിടെ -π/3 ഇവിടെ വരുന്നത് കൊണ്ട് -π/2നും π/2നും ഇടയിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് എഴുതാൻ സാധിക്കും -π/3. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. അതിൻ്റെ കാരണം എന്താണ്? സിൻസ് -π/3 belongs to the principal range of tan inverse, that is -π/2 to π/2 closed interval -π/2 to π/2. ഇവിടെ ആ വാല്യൂ ഇതിനിടയിൽ വരുന്നുണ്ട്. ആൻഡ് ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത്? ടാൻ ഇൻവേഴ്സ് tan x is equal to x, where x belongs to -π/2 to π/2. ഇവിടെ നമുക്ക് ഓപ്പൺ ഇൻട്രോയിൽ ഇട്ടാലും മതി. -π/2നും π/2നും ഇടയിലാണ് വരുന്നത്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ സൂട്ടബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പൽ റേഞ്ച് -π/2നും π/2നും ഇടയിലായതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? -π/3 വരും. അപ്പോൾ ഇവിടെയും നമ്മൾ കണ്ട കാര്യം, ഈ ആംഗിൾ എടുക്കുന്നു, അത് ഫോർത്ത് ക്വാർട്ടറിലാണ്. ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിലും നമ്മൾ ഉടനെ ഓർക്ക് ഇവിടെ ടാൻ ഇൻവേഴ്സ് ഫോർത്ത് ക്വാർട്ടറിലല്ലേ, പിന്നെ എന്തിനാ ഇത് മാറ്റുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അവിടുത്തെ ആംഗിളൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. -π/2നും π/2നും ഇടയിലാണോ ഈ ആംഗിൾ വന്നത്? ഒരിക്കലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉടനെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ബേസിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിനെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ ആംഗിളിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സി പാർട്ട് നോക്കാം. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ 11π/6 ആണ്. 11π/6 11 പൈവായിട്ട് തെറ്റിപ്പോരുത്. 11π/6 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 11π/6 എന്ന് പറയുമ്പോൾ ആംഗിൾ എത്ര വരും നമുക്ക് നോക്കാം. 11 × π/6 30 ആണ്. 330 എന്ന് വരും. അതും ഏത് ക്വാഡ്രൻ്റാണ്? ഫോർത്ത് ക്വാഡ്രൻ്റിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റ് സൈൻ ഇൻവേഴ്സ് ഫോർത്ത് ക്വാഡ്രൻ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആംഗിൾ എവിടെ തൊട്ടാണ്? -π/2 to π/2 ആണ്. അപ്പോൾ ഇതൊരിക്കലും ആ ഒരു റേഞ്ചിലേക്ക് വരത്തില്ല. സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ചിലേക്ക് വരികയില്ല. കാരണം -π/2നും π/2നും ഇടയിലല്ല 330 വരുന്നത്. പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺവേർട്ട് ചെയ്യുക. 11π/6 നമുക്കറിയാം 6ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 12 ആണ്. 12നേക്കാൾ ഒന്ന് കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. സെക്കൻഡ് മൾട്ടിപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ 2π -π/6 എന്ന് എഴുതാം. ഇനി നമ്മൾ ക്വസ്റ്റിനിലേക്ക് വരുന്നു. സൈൻ ഇൻവേഴ്സ് സൈൻ 11π/6 സൈൻ ഇൻവേഴ്സ് സൈൻ 2π - π/6 എന്ന് നമ്മൾ എഴുതുന്നു. സൈൻ ഇൻവേഴ്സ്
2π വേണ്ടത് കൊണ്ട് 2π മൈനസ് 5/6 എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാർട്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2π ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ സൈൻ 5/6 എന്ന് എഴുതുന്നു. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 2π മൈനസ് 5/6 ഫോർത്ത് ക്വാർട്ടറിലാണ്. ഫോർത്ത് ക്വാർട്ടറിൽ ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? കോസും അതിൻ്റെ റെസിപ്രോക്കൽ സീക്കും മാത്രമേ പോസിറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ സൈന് നമ്മൾ കണ്ടുപിടിക്കും. ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ മൈനസ് 5/6 എന്ന് എഴുതാൻ സാധിക്കും. കാരണം എന്താണ്? സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ആ ഒരു പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഇതിനെ മുമ്പ് ചെയ്തതുപോലെ തന്നെ എഴുതും. ഇനി ഈ മൈനസ് 5/6 സൂട്ടബിൾ ആയിട്ടുള്ള സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിലാണോ വന്നിരിക്കുന്നത് നോക്കിയാൽ നമുക്കറിയാം. സൈൻ ഇൻവേഴ്സിന്റെ -5/2 5/2 ഇടയിലാണ്. അതുകൊണ്ട് -5/6 ഈ ഒരു ഭാഗത്ത് വരും. അതുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വന്നുകൊണ്ട് ഇതിന്റെ ആൻസർ നമുക്ക് എന്താ പറയാൻ സാധിക്കും? -5/6 എന്ന് പറയാൻ സാധിക്കും. സിൻസ് -5/6 belongs to -5/2 to π/2 and പ്രോപ്പർട്ടി ഉപയോഗിച്ചിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എക്സ് where x belong to ക്ലോസ് ഇന്റർവൽ -5/2 to π/2. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചത്. -5/6 എന്ന് പറയുന്നത്. Look at the fifth question. Evaluate sin inverse sin 140, sin inverse sin 140, cos inverse cos 37 π/6 എഴുതിയിരിക്കുന്ന 37 π/6 എന്നാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. ഓരോ നോക്കാം. ആദ്യത്തെ എടുക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ 140 എന്നാണ് പറയുന്നത്. നമുക്ക് ഈ 140 ഒന്ന് എടുത്തു നോക്കാം. 140 എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? നമുക്കറിയാം ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270 ഇങ്ങനെ അങ്ങോട്ട് പോകുകയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 140 എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ സെക്കൻഡ് ക്വാർട്ടറിലാണ് വരുന്നത്. പക്ഷേ ആ സെക്കൻഡ് ക്വാർട്ടറിൽ 140 എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിന് സൂട്ടബിൾ അല്ല. അപ്പോൾ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതിയാൽ 180 - 40 എന്നൊന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ 140 is equal to സൈൻ ഇൻവേഴ്സ് സൈൻ 180 - 40. That is സൈൻ ഇൻവേഴ്സ് 180 ആകുമ്പോഴത്തേക്കും സൈൻ മാറത്തില്ല. സൈൻ 40 തന്നെ എഴുതാം. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. ഇവിടെ 180 മൈനസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ വരും. ഈ സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും റെസിപ്രോക്കലായ കോസിക്കും മാത്രമേ പോസിറ്റീവായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? ഇതിന് പോസിറ്റീവ് തന്നെയാണ്. സൈൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി സൈൻ ഇൻവേഴ്സ് സൈൻ 40 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിവിടെ പഠിച്ചു. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എക്സ് വേർ എക്സ് ബിലോങ് ടു -5/2 to π/2 ആണ്. -5/2 to π/2 എന്ന് പറഞ്ഞാൽ 40 എന്നൊക്കെ പറയുമ്പോൾ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് അത് സ്യൂട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഉടനെ തന്നെ എഴുതാൻ സാധിക്കും. 40 ഡിഗ്രിയും തന്നെ എഴുതാൻ. കാരണം എന്താണ്? സിൻസ് 40 ഡിഗ്രി ബിലോങ്സ് ടു സൈൻ ഇൻവേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് -5/2 നും π/2 ഇടയിലാണ്. ആൻഡ് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എക്സ് വേർ എക്സ് ബിലോങ് ടു ക്ലോസ് ഇന്റർവൽ -5/2 to π/2. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ 140 സൈൻ ഇൻവേഴ്സിന് സൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതിയതിന് ശേഷം സൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫൈനൽ ആൻസറിലേക്ക് പോകും. ഇനി ബി പാർട്ട് നമുക്കൊന്ന് നോക്കാം. ബി പാർട്ടിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കോസ് ഇൻവേഴ്സ് കോസ് 37 π/6 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 37 π/6 ഏതായാലും നമുക്ക് 37 π/6 അതിൻ്റെ വാല്യൂ ഒക്കെ കാണുന്നതിന് പകരമായിട്ട് നമുക്ക് 37 π/6 ഒന്ന് 6ന്റെ മൾട്ടിപ്പിളിനായിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ന്റെ 6th മൾട്ടിപ്പിൾ അതായത് 36 വരും. അതിനേക്കാൾ ഒന്ന് കൂടുതലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 6π + π/6 എന്ന് എഴുതാൻ സാധിക്കും. എൽസി എടുത്ത് നോക്കിയാൽ 6 × 6 36 + 1 37 π/6 കറക്റ്റായിട്ട് വരും. നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ എന്താണ് ആൻസറിലേക്ക് വരുന്നത് നോക്കാം. കോസ് ഇൻവേഴ്സ് കോസ് 37 π/6 = അപ്പോൾ ഇതിനെ നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് 6π + π/6 എന്ന് എഴുതി. അപ്പോൾ കോസ് ഇൻവേഴ്സ്
നമുക്കറിയാവുന്നത് ഇങ്ങനെ ഒരു ക്വാഡ്രന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 0 പൈ 2 പൈ ഇവിടെ വരും, ഇവിടെ പൈ ആണ്, ഇവിടെ 2 പൈ വരും, പിന്നെ 3 പൈ ഇവിടെ വരും, 4 പൈ ഇവിടെ വരും, 6 പൈ ഇവിടെ വരും, അങ്ങനെ 2 പൈ 4 പൈ 6 പൈ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 പൈ പ്ലസ് പൈ ബൈ 6 പൈ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ്, പൈ എന്ന് പറയുമ്പോൾ വീണ്ടും ഫസ്റ്റ് ക്വാർട്ടറിലാണ് വരുന്നത്. ഇനി പൈയുടെ ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് കോസിന് മാറ്റമൊന്നുമില്ല, കോസ് പൈ ബൈ 6 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. 6 പൈ പ്ലസ് സംതിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്, അവിടെ എല്ലാം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇതിനെ കോസ് പൈ ബൈ 6 എന്ന് തന്നെ എഴുതാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് പൈ ബൈ 6 ഈ ഒരു അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിലാണ് വരുന്നത് നോക്കാം. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ് വേർ എക്സ് ബിലോങ് ടു 0 to പൈ. അപ്പോൾ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ എന്താണ് 30 ഡിഗ്രി 0ക്കും പൈയിലും ഇടയ്ക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ തീർച്ചയായിട്ടും ഇതിനെ പൈ ബൈ 6 എന്ന് തന്നെ എഴുതാം. അതിൻ്റെ റീസൺ എന്താണ്? പൈ ബൈ 6 ബിലോങ്സ് ടു കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് 0 to പൈ ആണ്, ക്ലോസ് ഇൻ്റർവൽ 0 to പൈ. അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി ഇതാണ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ് വേർ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ 0 to പൈ. അപ്പോൾ ഈ രണ്ട് കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ പൈ ബൈ 6 എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഇനി സി പാർട്ട് നോക്കാം. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ 3 പൈ ബൈ 5 ആണ്. അപ്പം നമുക്ക് 3 പൈ ബൈ 5 ഒന്ന് നോക്കാം. 3 പൈ ബൈ 5നെ നമുക്കറിയാം ഈ 5ൻ്റെ മൾട്ടിപ്പിൾ എടുക്കാമെങ്കിൽ, ഇപ്പോൾ സെക്കൻഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ 10 ആകും, അപ്പോൾ 3 മാറിപ്പോകും. അതിൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എടുത്താൽ 5 into 1, അപ്പം 5ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിളിനേക്കാൾ എത്ര കുറവാണ്? 2 കുറവാണ്. അപ്പോൾ നമുക്കിതിന് 5 മൈനസ് 2 പൈ ബൈ 5 എന്ന് എഴുതാൻ സാധിക്കും. ശരിയാണെന്നെങ്കിൽ അവിടെ 5 into 5 പൈ മൈനസ് 2 പൈ എന്ന് പറയുമ്പോൾ 3 പൈ ബൈ 5 വരികയും ചെയ്യും. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കേണ്ടത്? ഇതിൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിളിനേക്കാൾ എന്ന് പറഞ്ഞാൽ 5നേക്കാൾ എത്ര കുറവാണ്? 2 കുറവാണ്. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്നുള്ള 1 പൈ നമ്മൾ എഴുതി, 2 കുറവായതുകൊണ്ട് 2 പൈ ബൈ 5 എന്ന് എഴുതുകയും ചെയ്യും. 1 കുറവായിരുന്നെങ്കിൽ വെറും പൈ ബൈ 5 എന്ന് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. സൈൻ ഇൻവേഴ്സ് സൈൻ 3 പൈ ബൈ 5 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 3 പൈ ബൈ 5നെ നമുക്ക് ഇവിടെ നമുക്ക് പൈ മൈനസ് 2 പൈ ബൈ 5 എന്ന് എഴുതി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. പൈ വരുന്നത് കൊണ്ട്, പയ്യോ എൻ്റെ മൾട്ടിപ്പിളൊക്കെ വരുന്നത് കൊണ്ട് സൈൻ എന്നുള്ളത് മാറത്തില്ല. അപ്പം നമുക്ക് സൈൻ 2 പൈ ബൈ 5 എന്ന് തന്നെ എഴുതാം. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. പൈ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, പൈ മൈനസ് സംതിങ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ 2 പൈ ബൈ 5 എന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ എക്സ് വേർ എക്സ് ബിലോങ് ടു മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയിലാണോ നോക്കാം. നമുക്ക് എന്താണ് 2 പൈ ബൈ 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 into 36 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. 72 ഡിഗ്രി 0ക്കും 90ക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ വന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ 2 പൈ ബൈ 5 എന്ന് എഴുതാം. അതിൻ്റെ റീസൺ എന്താണ്? 2 പൈ ബൈ 5 ബിലോങ്സ് ടു സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചായ മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയിലാണ്. ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 പൈ ബൈ 5 ആണ്. അപ്പം ഇതാണ് നമ്മുടെ സി പാർട്ട്. ഇപ്പോൾ സി പാർട്ടിൻ്റെ ആൻസർ വന്നു. അപ്പം സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ സ്യൂട്ടബിൾ ആക്കിയിട്ട് ഫൈനൽ ആൻസർ 2 പൈ ബൈ 5ലേക്ക് വരികയും ചെയ്യുക. Look at the sixth question. Evaluate cot inverse cot 3 pi by 4, cosec inverse cosec pi by 5, sin inverse cos pi by 6. നമുക്ക് ആദ്യത്തെ ഭാഗം എടുക്കാം. കോട്ട് ഇൻവേഴ്സ് കോട്ട് 3 പൈ ബൈ 4 ആണ്. നമുക്കറിയാം 3 പൈ ബൈ 4 എങ്ങനെ വരുന്നു നോക്കാം. ആംഗിൾ എവിടെ ആയിട്ട് വരുന്നു നോക്കാം. 3 into 45 ആണ്. 135 ഡിഗ്രി വരും. 135 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റാണ് വരുന്നത്? 0, 90, 180, 90ക്കും 180ക്കും ഇടയ്ക്കാണ് വരുന്നത് 135. അതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ഇത് വരുന്നു. സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റിൽ നമുക്കറിയാം കോട്ട് ഇൻവേഴ്സിൻ്റെ റേഞ്ചാണ് 0ക്കും പൈ
പൈക്കും ഇടയ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ കോട്ട് ഇൻവേഴ്സിന്റെ റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ എന്തെഴുതാൻ സാധിക്കും? കോട്ട് ഇൻവേഴ്സ് കോട്ട് 3π/4 is equal to 3π/4 എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? 3π/4 belongs to since 3π/4 belongs to close interval 0 to π. ഇനി പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒരു നോട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ ഇത് പറയുന്നില്ലെങ്കിലും കോട്ട് ഇൻവേഴ്സ് കോട്ട് x is equal to x where x belongs to അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് ഏതാണ്? 0 to π ആണ്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 3π/4 നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കൊസീക് ഇൻവേഴ്സ് കൊസീക് π/5. അപ്പോൾ നമുക്കറിയാം π/5 എന്ന് പറയുമ്പോൾ ഏതാണ്? 36 ആണ്. 36 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിന് തന്നെയാണ് വരുന്നത്. അപ്പോൾ കൊസീക് ഇൻവേഴ്സിന് ഫസ്റ്റ് ക്വാർട്ടറിൽ പ്രിൻസിപ്പൽ റേഞ്ച് ഉണ്ട്, ഫസ്റ്റ് ക്വാർട്ടറിലുണ്ട് കൊസീക് ഇൻവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാർട്ടറിന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊസീക് ഇൻവേഴ്സ് കൊസീക് π/5 ഈക്വൽ ടു ഈ π/5 അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ്, കൊസീക്കിൻ്റെ റേഞ്ചിൽ വന്നുകൊണ്ട് ഇതിന് ധൈര്യമായിട്ട് നമുക്ക് π/5 എന്ന് തന്നെ എഴുതാം. കാരണം എന്താണ്? സിൻസ് π/5 belongs to -π/2 to π/2 and cosec inverse cosec x is equal to x where x belongs to -π/2 to π/2 -π/2 to π/2. അപ്പോൾ ഞാൻ ഇതിടയ്ക്ക് ഒരു നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതി തന്നായിരുന്നു. നോട്ട്സ് തന്നതിനകത്ത് നമ്മൾ സാധാരണ പഠിച്ച സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ്, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ആണ് പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കോട്ട് ഇൻവേഴ്സിൻ്റെയും കൊസീക് ഇൻവേഴ്സിൻ്റെയും ഒക്കെ പറയുകയും ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബി പാർട്ട്. ഇനി അടുത്ത സി പാർട്ടിലേക്ക് വരാം. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് കോസ് π/6 ആണ്. അപ്പോൾ നമ്മൾ സാധാരണ സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ കോസ് വന്നു. അപ്പോൾ ഈ കോസിനെ നമുക്ക് സൈനിലേക്ക് മാറ്റാൻ പറ്റും. കോസിൻ്റെ കോഫങ്ഷൻ നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെന്ന് ഇങ്ങനെ എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ π/2 മൈനസ് π/6 എന്ന് എഴുതാം. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഫങ്ഷനായ സൈൻ 90 മൈനസ് തീറ്റ അല്ലെ π/2 മൈനസ് തീറ്റ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷനെ അതിൻ്റെ കോഫങ്ഷനിലേക്ക് മാറ്റണമെങ്കിൽ π/2 മൈനസ് അതിൻ്റെ കോഫങ്ഷൻ്റെ π/2 മൈനസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ഈ കോസിനെ നമ്മൾ സൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. നമുക്കിതൊന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഈ π/2 മൈനസ് π/6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു LCM 6 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3π മൈനസ് π എന്ന് വരും. 1π ആണ്. അപ്പോൾ ഇത് 2π/6 എന്ന് വരും. 2π/6 നമുക്ക് π/3 എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്ത അവസാനം π/3 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് വന്നില്ലേ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. വേറെ എക്സ് ബിലോങ് ടു എന്താണ്? സൈൻ ഇൻവേഴ്സിന് സൂട്ടബിൾ ആയിട്ട് റേഞ്ച് -π/2 π/2 ഇടയിലാണ്. π/3 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് -π/2 π/2 ഇടയിലായതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഫൈനൽ ആൻസർ π/3 ആണ്. അതിൻ്റെ കാരണം എന്താണ്? സിൻസ് π/3 ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഓർ -π/2 π/2 ഇടയിലുള്ള ഒരു ആംഗിളാണ്. ആൻഡ് നമ്മളിങ്ങനെ പഠിച്ചു സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ് ടു -π/2 to π/2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ π/3 ആണെന്ന് പറയാൻ സാധിക്കും.